വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഏപ്രിൽ 18 നടക്കുന്ന അസിസ്റ്റൻ്റ് പ്രസിഡന്റ് ഓഫീസർ എക്സാമിൻ്റെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 2 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ 2 ചോദ്യങ്ങൾക്ക് ഈ ക്ലാസ് മുഴുവൻ കണ്ട് പഠിച്ച ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബംഗാളിലെ നീലം കർഷകരുടെ യാതനയെപ്പറ്റി പ്രതിപാദിക്കുന്ന നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത് ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ദീനബന്ധു മിത്ര. ബംഗാളിലെ നീലം കർഷകരുടെ യാതനയെപ്പറ്റി പ്രതിപാദിക്കുന്ന നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത് ആര്? ദീനബന്ധു മിത്ര. റൗലറ്റ് നിയമവിരുദ്ധ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി നടന്ന സുപ്രധാന സംഭവം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. റൗലറ്റ് നിയമവിരുദ്ധ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി നടന്ന സുപ്രധാന സംഭവം ഏതാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. കേരളത്തിൽ സേവന അവകാശ നിയമം നിലവിൽ വന്ന വർഷം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, 2012 നവംബർ 1. കേരളത്തിൽ സേവന അവകാശ നിയമം നിലവിൽ വന്ന വർഷം 2012 നവംബർ 1. 1907 സെപ്റ്റംബർ 27 ലേൽപൂർ ജില്ലയിലെ ബങ്ക, ഇപ്പോൾ അത് പാകിസ്ഥാനിലാണ്, എന്ന സ്ഥലത്ത് ജനിച്ച ഇന്ത്യൻ ദേശീയ വിപ്ലവകാരി ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ഭഗത് സിംഗ്. 1907 സെപ്റ്റംബർ 27 ലേൽപൂർ ജില്ലയിലെ ബങ്ക എന്ന സ്ഥലത്ത് ജനിച്ച ഇന്ത്യൻ ദേശീയ വിപ്ലവകാരി ആര്? ഭഗത് സിംഗ്. സൂര്യൻ്റെ അയനവുമായി ബന്ധപ്പെട്ട് ജൂൺ 21 പ്രത്യേകത? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. സൂര്യരശ്മി ഉത്തരായന രേഖയിൽ ലംബമായി പതിക്കുന്ന ദിവസം. സൂര്യൻ്റെ അയനവുമായി ബന്ധപ്പെട്ട് ജൂൺ 21 പ്രത്യേകത. സൂര്യരശ്മി ഉത്തരായന രേഖയിൽ ലംബമായി പതിക്കുന്ന ദിവസം. ഇന്ത്യക്കാരനായ രാകേഷ് ശർമ്മ ആദ്യമായി ശൂന്യാകാശ യാത്ര നടത്തിയ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ഇന്ദിരാഗാന്ധി. ഇന്ത്യക്കാരനായ രാകേഷ് ശർമ്മ ആദ്യമായി ശൂന്യാകാശ യാത്ര നടത്തിയ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് ഏത് വിഖ്യാത ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ്റെ ജന്മദിനമാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, CV രാമൻ. ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് ഏത് വിഖ്യാത ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ്റെ ജന്മദിനമാണ്? CV രാമൻ്റെ. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷകൻ അപേക്ഷാ ഫീസായി നൽകേണ്ട തുക എത്ര? ഓപ്ഷൻ ഡി, 10 രൂപ. വിവരാവകാശ നിയമം 2005 പ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷകൻ അപേക്ഷാ ഫീസായി നൽകേണ്ട തുക എത്രയാണ്? 10 രൂപയാണ്. താഴെ പറയുന്ന ഏതു പ്രസ്താവനയാണ് ആലപ്പുഴ ജില്ലയുമായി കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, കേരളത്തിലെ പ്രധാന കയർ ഉൽപ്പാദന കേന്ദ്രം. താഴെ പറയുന്ന ഏത് പ്രസ്താവനയാണ് ആലപ്പുഴ ജില്ലയുമായി കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നത്? കേരളത്തിലെ പ്രധാന കയർ ഉൽപ്പാദന കേന്ദ്രം. താഴെ പറയുന്നവയിൽ നഗര ദാരിദ്ര്യ ലഘൂകരണ പദ്ധതി ഏത്? ഇത് ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ് ഈ ക്വസ്റ്റ്യൻ. 11ാമത്തെ ക്വസ്റ്റ്യനും ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആയിരുന്നു. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം ഏത്? ഓപ്ഷൻ ഡി, വയനാട്. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം ഏതാണ്? വയനാട്. തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളം സർവകലാശാല ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഓപ്ഷൻ സി, മലപ്പുറം. തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളം സർവകലാശാല ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? മലപ്പുറം. നിലവിലെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, യോഗി ആദിത്യനാഥ്. നിലവിലെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആരാണ്?
യോഗി ആദിത്യനാഥ്. 2016 വയലാർ അവാർഡ് നേടിയ UK കുമാരൻ്റെ തച്ചൻകുന്ന് സ്വരൂപം എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, നോവല്. 2016 വയലാർ അവാർഡ് നേടിയ UK കുമാരൻ്റെ തച്ചൻകുന്ന് സ്വരൂപം എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? നോവല്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 2025 വയലാർ അവാർഡ് ലഭിച്ചിരിക്കുന്നത് E. സന്തോഷ് കുമാറിനാണ്, കൃതി തപോമയുടെ അച്ഛൻ. അതുപോലെ 2024 വയലാർ അവാർഡ് ലഭിച്ചിരിക്കുന്നത് അശോകൻ ചെരുവിലിനാണ്, കൃതി കാട്ടൂർ കടവ്. അപ്പോൾ അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എപ്പോഴും ഓർത്ത് വെച്ചോണം. അവാർഡുകളും പുരസ്കാരങ്ങളും എപ്പോഴും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു 2-3 വർഷങ്ങളിൽ ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ. ഐക്യരാഷ്ട്ര സംഘടനയുടെ നിലവിലെ സെക്രട്ടറി ജനറൽ ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ആന്റോണിയോ ഗുട്ടറസ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ, അതായത് UNOയുടെ നിലവിലെ സെക്രട്ടറി ജനറൽ ആരാണ്? ആന്റോണിയോ ഗുട്ടറസ്. ഇത് മിക്കവാറും ഈ അടുത്ത് നടന്ന പരീക്ഷകളിലെല്ലാം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഐക്യരാഷ്ട്ര സംഘടനയുടെ നിലവിലെ സെക്രട്ടറി ജനറൽ ആരാണെന്ന്. ആന്റോണിയോ ഗുട്ടറസ്. ദേശീയ പട്ടികവർഗ കമ്മീഷനിൽ ചെയർമാനും വൈസ് ചെയർമാനും ഉൾപ്പെടെ ആകെ മെമ്പർമാരുടെ എണ്ണം എത്ര? ഓപ്ഷൻ സി, 5. ദേശീയ പട്ടികവർഗ കമ്മീഷനിൽ ചെയർമാനും വൈസ് ചെയർമാനും ഉൾപ്പെടെ ആകെ മെമ്പർമാരുടെ എണ്ണം എത്രയാണ്? 5. താഴെ പറയുന്നവരിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി. താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആരാണ്? കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി. ഇന്ത്യയിൽ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ IT ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, 2000. ഇന്ത്യയിൽ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ IT ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ്? 2000. ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെ? ഓപ്ഷൻ ബി, മുംബൈ. ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയിൽ. ബാങ്കിംഗ് രംഗത്തേക്ക് പുതുതായി കടന്നുവന്ന മുദ്രാ ബാങ്കിൻ്റെ ലക്ഷ്യം? ഓപ്ഷൻ സി, ചെറുകിട വായ്പ നൽകൽ. ബാങ്കിംഗ് രംഗത്തേക്ക് പുതുതായി കടന്നുവന്ന മുദ്രാ ബാങ്കിൻ്റെ ലക്ഷ്യം ചെറുകിട വായ്പ നൽകൽ. മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ഭാഗം 3. മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം ഏതാണ്? ഭാഗം 3. ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലിക അവകാശം താഴെ പറയുന്നതിൽ ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലിക അവകാശം താഴെ പറയുന്നതിൽ ഏതാണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ഡൽഹി സുൽത്താനേറ്റ് ഭരണത്തിൽ കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയ ഭരണാധികാരി ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, അലാവുദ്ദീൻ ഖിൽജി. ഡൽഹി സുൽത്താനേറ്റ് ഭരണത്തിൽ കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയ ഭരണാധികാരി ഏതാണ്? അലാവുദ്ദീൻ ഖിൽജി. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. സംഗീത രത്നാകരം എന്ന കൃതി രചിച്ചത് ആര്? ഓപ്ഷൻ എ, ശാർഖദേവൻ. സംഗീത രത്നാകരം എന്ന കൃതി രചിച്ചത് ആരാണ്? ശാർഖദേവൻ. താഴെ പറയുന്നവയിൽ ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടാത്ത രാജ്യം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ശ്രീലങ്ക. താഴെ പറയുന്നവയിൽ ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടാത്ത രാജ്യം ഏതാണ്? ശ്രീലങ്ക. കേരളത്തിൽ 99 വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന വെള്ളപ്പൊക്കം ഉണ്ടായ വർഷം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, 1924. കേരളത്തിൽ 99 വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന വെള്ളപ്പൊക്കം ഉണ്ടായ വർഷം 1924. ഇടിമിന്നലിൽ നിന്ന് രക്ഷ നേടാൻ എടുക്കാവുന്ന മുൻകരുതലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവ താഴെ പറയുന്നതിൽ ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ഒറ്റപ്പെട്ട മരങ്ങളുടെ ചുവട്ടിൽ നിന്ന് മാറുക. ഇടിമിന്നലിൽ നിന്ന് രക്ഷ നേടാൻ എടുക്കാവുന്ന മുൻകരുതലിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒറ്റപ്പെട്ട മരങ്ങളുടെ ചുവട്ടിൽ നിന്ന് മാറുക. നാഥുല ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങളേവ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, സിക്കിം, ടിബറ്റ്. നാഥുല ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏവ? സിക്കിം, ടിബറ്റ്. ഇത് ഓർത്ത് വയ്ക്കാനായിട്ട്
എൻ്റെ കയ്യിലൊരു ചെറിയ ക്ലൂ ഉണ്ട്, ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അതങ്ങനെ എപ്പോഴും വർക്കൗട്ട് ആവത്തില്ല, എന്നാലും ചില ഓപ്ഷൻ വെച്ച് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഈ നാഥുല ചുരങ്ങൾ കുറേ ഉണ്ടല്ലോ, അപ്പോൾ അതെല്ലാം കൂടെ ഓർത്ത് വയ്ക്കാൻ ഭയങ്കര പാടാണ്. അപ്പം ഇത് ഓർത്ത് വയ്ക്കാനായിട്ട് ഞാൻ എടുക്കുന്ന ക്ലൂ എന്താണെന്ന് വെച്ചാൽ, ഈ നാഥുലായുടെ നായും സിക്കിമിൻ്റെ സായും അങ്ങ് എടുക്കും. ഈ സായുടെ ഈ പകുതി ഉണ്ടല്ലോ, ഇതങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഒരു നാ പോലെ ആയില്ലേ. അപ്പം നാഥുല ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ സിക്കിം, ടിബറ്റ്, അങ്ങനെയാണ് ഞാൻ ഓർത്ത് വയ്ക്കുന്നത് കേട്ടോ. സായും നായും ഏകദേശം ഒരുപോലെയല്ലേ ഇരിക്കുന്നത്. അപ്പം ഈ സായുടെ ഇച്ചിരി കളഞ്ഞു കഴിഞ്ഞാൽ അത് നാ പോലെ ഇരിക്കത്തില്ലേ, അങ്ങനെയാണ് ഞാനിത് ഓർത്ത് വയ്ക്കുന്നത് കേട്ടോ. നാഥുല ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏതാണ്? സിക്കിം, ടിബറ്റ്. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്ലൂ അറിയാമെങ്കിൽ, ഇത് ഓർത്ത് വയ്ക്കാൻ അറിയാമെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ചുരങ്ങൾ കുറേ എണ്ണം പഠിക്കാനുണ്ട്, എല്ലാം കൂടെ ഓർക്കുമ്പോൾ മൊത്തത്തിലൊരു കൺഫ്യൂഷൻ തന്നെയാണ്. പിന്നെ ഒരു ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കുവാണെങ്കിൽ, ജസ്റ്റ് ഒന്ന് വായിച്ച് വിടുവാണെങ്കിൽ ഓർമ്മ നിൽക്കുകയൊക്കെ ചെയ്യും. ഓക്കെ, ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം ഏത്? ഓപ്ഷൻ എ കവരത്തി. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം കവരത്തി. താഴെ പറയുന്നവയിൽ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളിൽ പെടാത്തതേത്? ഓപ്ഷൻ ഡി കൽക്കരിയാണ് കേട്ടോ. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിൽ പെടാത്തത് കൽക്കരി. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളിൽ പെടുന്നവയാണ് വേലിയോർജ്ജം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, സൗരോർജ്ജം. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളിൽ പെടുന്നവ വേലിയോർജ്ജം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, സൗരോർജ്ജം. ഇതൊക്കെ PSCയുടെ മിക്കപ്പോഴും ഉള്ള സ്ഥിരം ചോദ്യങ്ങളാണ്. അലഹബാദ് മുതൽ ഹാൽദിയ വരെയുള്ള ദേശീയ ജലപാത 1 ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഗംഗ. അലഹബാദ് മുതൽ ഹാൽദിയ വരെയുള്ള ദേശീയ ജലപാത 1 ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഗംഗാ നദിയിൽ. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ കിഴക്കൻ തീരത്തെ തുറമുഖം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി വിശാഖപട്ടണം. താഴെ പറയുന്നതിൽ ഇന്ത്യയുടെ കിഴക്കൻ തീരത്തെ തുറമുഖം വിശാഖപട്ടണം. അലോഹ ധാതുവിന് ഉദാഹരണം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി പെട്രോളിയം. അലോഹ ധാതുവിന് ഉദാഹരണം പെട്രോളിയം. പ്രാദേശിക ഭാഷാ പത്രനിയമം നടപ്പാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ലിട്ടൺ പ്രഭു. പ്രാദേശിക ഭാഷാ പത്രനിയമം നടപ്പാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി ആരാണ്? ലിട്ടൺ പ്രഭു. പ്രാദേശിക പത്രഭാഷാ നിയമം പിൻവലിച്ചത് റിപ്പൺ പ്രഭുവാണ്. അതും പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുണ്ട്, ഓർത്ത് വെച്ചോണം. പ്രാദേശിക ഭാഷാ പത്ര നിയമം പിൻവലിച്ചത് റിപ്പൺ പ്രഭുവാണ്. ഈ ലിട്ടണും റിപ്പണും ആയതുകൊണ്ട് ഇതൊരു കൺഫ്യൂഷനുണ്ട് ഓർത്ത് വെക്കാനായിട്ട്. അപ്പം ഞാൻ ഓർത്ത് വെക്കുന്ന ക്ലൂ നിങ്ങളോട് പറയാം കേട്ടോ. അതായത് പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പാക്കിയത് ലിട്ടൺ പ്രഭുവാണ്, പ്രാദേശിക പത്രഭാഷാ നിയമം പിൻവലിച്ചത് റിപ്പൺ പ്രഭുവാണ്. അപ്പം ഒരു സംഭവം ആദ്യം നടപ്പാക്കുമല്ലോ, നടപ്പാക്കി കഴിഞ്ഞിട്ടല്ലേ അത് പിൻവലിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ആദ്യം വരുന്നത് ഏതാ? എല്ല് കഴിഞ്ഞിട്ടാണല്ലോ R വരുന്നത്. അപ്പം ഒരു കാര്യം, എന്തെങ്കിലും ഒരു കാര്യം ആയിക്കോട്ടെ, അത് ആദ്യം നടപ്പാക്കും, അത് കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ അത് പിൻവലിക്കുന്നത്. അപ്പോൾ ഇവിടെ നടപ്പാക്കിയത്, പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പാക്കിയത് ആരാണ്? ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ആദ്യം വരുന്നത് L ആയതുകൊണ്ട് അത് ലിട്ടൺ പ്രഭു ആയിരിക്കും. പ്രാദേശിക ഭാഷാ പത്ര നിയമം പിൻവലിച്ചത് നടപ്പാക്കി കഴിഞ്ഞാണല്ലോ പിൻവലിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ആൽഫബറ്റിൽ L കഴിഞ്ഞിട്ടാണ് R വരുന്നത്. അപ്പോൾ എന്താണത്? റിപ്പൺ പ്രഭു. അങ്ങനെയാണ് ഞാനിത് ഓർത്ത് വയ്ക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ ക്ലൂ അറിയാമെങ്കിൽ അത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി ഇത് ആരും മറക്കത്തില്ലല്ലോ. പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി ആരാണ്? ലിട്ടൺ പ്രഭു. പ്രാദേശിക ഭാഷാ പത്ര നിയമം പിൻവലിച്ച ബ്രിട്ടീഷ് ഭരണാധികാരി ആരാണ്? റിപ്പൺ പ്രഭു. ഓക്കെ. മെച്ചപ്പെട്ട വിദേശ ഭരണത്തേക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഈ വാക്കുകൾ ആരുടേതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ബാലഗംഗാധര തിലകൻ. മെച്ചപ്പെട്ട വിദേശ ഭരണത്തേക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഈ വാക്കുകൾ ആരുടേതാണ്? ബാലഗംഗാധര തിലകൻ്റെ. 1857 കലാപത്തിന്
ലക്നൌവിൽ നേതൃത്വം നൽകിയ നേതാവാര്? ഓപ്ഷൻ ഡി ബീഗം ഹസ്രത്ത് മഹൽ. 1857 കലാപത്തിന് ലക്നൌവിൽ നേതൃത്വം നൽകിയതാരാണ്? ബീഗം ഹസ്രത്ത് മഹൽ. സിന്ധു നദിയുമായി ബന്ധമില്ലാത്തതേത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. സിന്ധു നദി പതിക്കുന്നത് അറബിക്കടലിലാണ്, ഓർത്തു വെച്ചോണം. സിന്ധു നദി പതിക്കുന്നത് അറബിക്കടലിലാണ് കേട്ടോ. ഓക്കെ, ഇനി ഈ തന്നിരിക്കുന്ന അപ്പോൾ സിന്ധു നദിയുമായി ഇവിടെ ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ഓർത്തു വെച്ചോണം, സിന്ധു നദി പതിക്കുന്നത് അറബിക്കടലിലാണ്. ഇനി ഇവിടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ സിന്ധു നദിയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു, ജമ്മു കാശ്മീരിലൂടെ ഒഴുകുന്നു, ചലം ഒരു പോഷക നദിയാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ, സിന്ധു നദിയുമായി ബന്ധം ഉള്ള പ്രസ്താവനകൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മൊത്തം കൃഷിഭൂമിയുടെ 75% കൃഷി ചെയ്യുന്നത് ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ഭക്ഷ്യവിളയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ഏതാണ്? അതായത് മൊത്തം കൃഷിഭൂമിയുടെ 75% ഭക്ഷ്യവിളയാണ്. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ചെന്നൈ. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈ ആണ്. ചെറുനാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി സിട്രിക് ആസിഡ്. ചെറുനാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? സിട്രിക് ആസിഡ്. എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മാണു ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ സി ബാക്ടീരിയ. എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മാണു ഏത് വിഭാഗത്തിൽ പെടുന്നു? ബാക്ടീരിയ. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ഏതാണ്? ലെപ്റ്റോസ്പൈറയാണ് അല്ലേ? എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ലെപ്റ്റോസ്പൈറ. അതും കൂടെ ഓർത്ത് വെച്ചോണം കേട്ടോ. കീഴരിയൂർ ബോംബ് കേസ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ ക്വിറ്റ് ഇന്ത്യ സമരം. കീഴരിയൂർ ബോംബ് കേസ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ക്വിറ്റ് ഇന്ത്യ സമരം. ആര്യ സമാജം എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി പണ്ഡിറ്റ് KP കറുപ്പൻ. ആര്യ സമാജം എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയതാരാണ്? പണ്ഡിറ്റ് KP കറുപ്പനാണ്. ഗാന്ധിയൻ സമരമാർഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച് ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ച മലയാളി ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ചേറ്റൂർ ശങ്കരൻ നായർ. ഗാന്ധിയൻ സമരമാർഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച് ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ച മലയാളി ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായർ. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം SNDPയുടെ യോഗത്തിൻ്റെ ആദ്യ സെക്രട്ടറി ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി കുമാരനാശാൻ. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൻ്റെ ആദ്യ സെക്രട്ടറി ആരാണ്? കുമാരനാശാൻ. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ സഹോദരൻ അയ്യപ്പൻ. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? സഹോദരൻ അയ്യപ്പൻ. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി കണ്ണൂര്. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? കണ്ണൂര്. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി 1936. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണ്? 1936. 2017 പത്മവിഭൂഷൺ നേടിയ മലയാളി ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി KJ യേശുദാസ്. 2017 പത്മവിഭൂഷൺ നേടിയ മലയാളി ആരാണ്? KJ യേശുദാസ്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് 2026 പത്മവിഭൂഷൺ ലഭിച്ചിരിക്കുന്നത് 3 മലയാളികൾക്ക്. അതാരൊക്കെയാണെന്ന് നോക്കാം. VS അച്യുതാനന്ദൻ, ജസ്റ്റിസ് KT തോമസ്, P നാരായണൻ. അതൊന്ന് പ്രത്യേകം ഒന്ന് ഓർത്ത് വെച്ചോണേ. 2026 3 മലയാളികൾക്കാണ് പത്മവിഭൂഷൺ ലഭിച്ചിരിക്കുന്നത്. ആ 3 പേരാണ്
VS അച്യുതാനന്ദൻ, ജസ്റ്റിസ് KT തോമസ്, P നാരായണൻ. അപ്പോൾ ഈ 2026 പത്മവിഭൂഷൺ ലഭിച്ച 3 മലയാളികളെ ഓർത്തു വെച്ചോണം കേട്ടോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് VS അച്യുതാനന്ദൻ. VS അച്യുതാനന്ദനെ ഒരു കാരണവശാലും മറന്നു പോകരുത്, കാരണം നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു പേരാണ്. ബാക്കി 2 പേര് ജസ്റ്റിസ് KT തോമസും P നാരായണനും. ഓക്കെ. പത്മ അവാർഡിൻ്റെ 2026 ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് ഞാൻ ടെലഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് പോയി കണ്ട് പഠിച്ചാൽ മതി കേട്ടോ. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ മതി. അവിടെ അതിൻ്റെ നോട്ട്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. 2026 പത്മ അവാർഡിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ. പിന്നെ പത്മഭൂഷൺ ലഭിച്ച മലയാളികളിൽ പ്രധാനപ്പെട്ട ആരാണ്? മമ്മൂട്ടിയും വെള്ളാപ്പള്ളി നടേശനും കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചോണം. 2026 പത്മഭൂഷൺ ലഭിച്ച മലയാളികൾ മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശനും. ആ പേരുകൾ മറന്നു പോകരുത് കേട്ടോ. അതൊക്കെ ഫേമസ് ആയിട്ടുള്ള പേരുകളാകുമ്പോഴേ എപ്പോഴും ചോദിക്കുമെന്നൊരു ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ പറയാം. പത്മഭൂഷൺ 2026 പത്മഭൂഷൺ ലഭിച്ചത് മമ്മൂട്ടിക്കും, മലയാളികളിൽ മമ്മൂട്ടിക്കും വെള്ളാപ്പള്ളി നടേശനും. ഓക്കെ. പിന്നെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് 2026 പത്മവിഭൂഷൺ ലഭിച്ചത് 5 പേർക്കാണ്. പത്മവിഭൂഷൺ 5 പേർക്കാണ് ലഭിച്ചിരിക്കുന്നത്. പത്മഭൂഷൺ ലഭിച്ചിരിക്കുന്നത് 13 പേർക്കാണ്. പത്മശ്രീ ലഭിച്ചിരിക്കുന്നത് 113 പേർക്കാണ്. ഓർത്തു വെച്ചോണേ. 2026 പത്മ അവാർഡുകളിൽ പത്മവിഭൂഷൺ ലഭിച്ചിരിക്കുന്നത് 5 പേർക്കാണ്. പത്മഭൂഷൺ ലഭിച്ചിരിക്കുന്നത് 13 പേർക്കാണ്. പത്മശ്രീ ലഭിച്ചിരിക്കുന്നത് 113 പേർക്കാണ്. അപ്പോൾ ടോട്ടൽ പത്മ അവാർഡ് അത് മൊത്തം ഈ പത്മഭൂഷൺ, വിഭൂഷൺ, പത്മശ്രീ ഇതെല്ലാം കൂടെ ചേർത്ത് മൊത്തത്തിൽ എത്ര പേർക്കാണെന്ന് ചോദിച്ചാൽ 131 പേർക്കാണ്. അതായത് നോക്കിക്കേ, 113, 13, 126, 5, 131 പേർക്കാണ് പത്മ അവാർഡ് 2026 ലഭിച്ചിരിക്കുന്നത് കേട്ടോ. ഇതെല്ലാം ചോദിക്കാറുണ്ട് PSC പരീക്ഷകളിൽ. എത്ര പേർക്കാണ്, ഏതിനൊക്കെ എത്ര പേർക്ക് വെച്ച് കിട്ടിയെന്നൊക്കെ ചോദിക്കാറുണ്ട്. മുൻ വർഷങ്ങളിൽ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പത്മവിഭൂഷൺ ആണെങ്കിൽ 5 പേർക്ക്, പത്മഭൂഷൺ ആണെങ്കിൽ 13 പേർക്ക്, പത്മശ്രീ ആണെങ്കിൽ 113 പേർക്ക്, ടോട്ടൽ 131 പേർക്ക് പത്മ അവാർഡ് ലഭിച്ചു. അപ്പോൾ ഒന്നുകൂടി ഞാനൊന്ന് പറയാം, കാരണം ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട്. 2026 പത്മവിഭൂഷൺ നേടിയ മലയാളികൾ 3 പേരാണ്. ആരൊക്കെയാണ്? VS അച്യുതാനന്ദൻ, ജസ്റ്റിസ് KT തോമസ്, P നാരായണൻ. പത്മഭൂഷൺ ലഭിച്ചിരിക്കുന്നത് മമ്മൂട്ടിക്കും വെള്ളാപ്പള്ളി നടേശനുമാണ് കേട്ടോ. പിന്നെ എന്താണ് ഈ അവാർഡുകൾ എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നതെന്ന്? എങ്ങനെയാണ്? പത്മവിഭൂഷൺ 5 പേർക്കാണ് കിട്ടിയിരിക്കുന്നത്. അത് മൊത്തത്തിലാണേ. പത്മവിഭൂഷൺ 5 പേർക്ക്, പത്മഭൂഷൺ ആണെങ്കിൽ 13 പേർക്ക്, പത്മശ്രീ ആണെങ്കിൽ 113 പേർക്ക്. ടോട്ടൽ 2026 പത്മ അവാർഡ് ലഭിച്ചിരിക്കുന്നത് മൊത്തം 131 പേർക്കാണ്. 5 കഴിഞ്ഞാൽ പിന്നെ 13, 113 അത് അങ്ങനെ അങ്ങ് ഓർത്ത് വെക്കാമല്ലോ. 13, 113, പിന്നെ 131, എല്ലാത്തിനകത്തും ഒരു 13 വരുന്നുണ്ട്. അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് ഓർത്ത് വയ്ക്കാം. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സ് നമ്മുടെ ടെലഗ്രാം ചാനലിലുണ്ട്. അപ്പോൾ അത് പോയി പഠിക്കുക കേട്ടോ. 2016 റിയോ ഒളിമ്പിക്സിൽ ഇന്ത്യ ആകെ നേടിയ മെഡലുകളുടെ എണ്ണം എത്ര? 2016 കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി 2. 2016 റിയോ ഒളിമ്പിക്സിൽ ഇന്ത്യ ആകെ നേടിയ മെഡലുകളുടെ എണ്ണം 2 ആണ് കേട്ടോ. അത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. ഇപ്പം നമ്മൾ പഠിക്കേണ്ടത് 2024 ലേറ്റസ്റ്റ് ഒളിമ്പിക്സിലാണ് പഠിക്കേണ്ടത്. 2024 നടന്ന പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം 6 ആണ്. അതായത് 1 വെള്ളി 5 വെങ്കലവും, 1 വെള്ളി 5 വെങ്കലം, ഇങ്ങനെ 6 മെഡലുകളാണ് നേടിയിരിക്കുന്നത്. ഓർത്ത് വെച്ചോണേ, അത് ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ 2024 നടന്ന പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ മെഡലുകളുടെ എണ്ണം എത്രയാണ്? 6. എങ്ങനെയാണ്? 1 വെള്ളി 5 വെങ്കലവും. അപ്പോൾ 5 1 ടോട്ടൽ 6 മെഡൽ. ഓക്കെ.
കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, നെടുങ്ങാടി ബാങ്ക്. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതാണ്? നെടുങ്ങാടി ബാങ്ക്. 1817 തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, റാണി ഗൗരി പാർവതിഭായി. 1817 തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ആരാണ്? റാണി ഗൗരി പാർവതിഭായി. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, വേമ്പനാട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട് കായൽ. ഇന്ത്യൻ ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ജനകീയ പദ്ധതിക്ക് രൂപം നൽകിയത് ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, എം.എൻ. റോയി. ഇന്ത്യൻ ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ജനകീയ പദ്ധതിക്ക് രൂപം നൽകിയത് ആരാണ്? എം.എൻ. റോയി. കേരളത്തിലെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പദ്ധതിയായ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ ആര്? ഓപ്ഷൻ സി, മഞ്ജു വാര്യർ. കേരളത്തിലെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പദ്ധതിയായ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ മഞ്ജു വാര്യർ. തമിഴ്നാട് സംസ്ഥാനത്തിന്റെ ദേശീയ മൃഗം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, വരയാട്. തമിഴ്നാട് സംസ്ഥാനത്തിന്റെ ദേശീയ മൃഗം വരയാടാണ്. 6 വയസ്സുവരെയുള്ള ശിശുക്കളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ഇന്ത്യ ഗവൺമെന്റ് നടപ്പാക്കിയ പദ്ധതി ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ICDS. 6 വയസ്സുവരെയുള്ള ശിശുക്കളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ഇന്ത്യ ഗവൺമെന്റ് നടപ്പാക്കിയ പദ്ധതി ഏതാണ്? ICDS. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലമായ ഭൂപൻ ഹസാരിക പാലം ഏതൊക്കെ സംസ്ഥാനങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ആസാം, അരുണാചൽ പ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലമായ ഭൂപൻ ഹസാരിക പാലം ഏതൊക്കെ സംസ്ഥാനങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? ആസാം, അരുണാചൽ പ്രദേശ്. ഇത് 2018 നടന്ന പരീക്ഷയിലെ ചോദ്യപേപ്പറാണ്. അപ്പോൾ ഇതിൽ 60 ക്വസ്റ്റ്യൻസ് ആണ് ഈ GK കറണ്ട് അഫയേഴ്സിൽ നിന്ന് വരുന്നത്. ബാക്കി ഇവിടെ 20 ഇംഗ്ലീഷും 20 മാത്സും ആണ്. സ്പെഷ്യൽ ടോപ്പിക്സ് അന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എല്ലാവരും, അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് വായിക്കുന്നൊന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഞാനിവിടെ ഈ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനൊരു 10th പ്രിലിംസിന് വേണ്ടിയിട്ടൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ കുറച്ച് പേരെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. വളരെ ചെറിയ ഫീസിലാണ്. അതായത് മാത്സ് 10th പ്രിലിംസിൻ്റെ മാത്സ് ഒരു 100 രൂപയ്ക്ക് ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് എക്സാം 10th പ്രിലിംസ് എക്സാം തീരുന്നത് വരെ അവിടെ ക്ലാസ് ഉണ്ടായിരിക്കും. ഡെയിലി ഒരു 5 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. മൺഡേ ടു ഫ്രൈഡേ പ്രീവിയസ് ഇയറിലെ 5 ക്വസ്റ്റ്യൻസ്, അതായത് പ്രധാനപ്പെട്ട 5 ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയറിലെയും അല്ലാതെയൊക്കെ പ്രധാനപ്പെട്ട 5 മാത്സ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ചെയ്തു തരും. അങ്ങനെ മൺഡേ ടു ഫ്രൈഡേ ആയിരിക്കും ക്ലാസ്സുകളുള്ളത്. വെറും 100 രൂപയുള്ളൂ ഫീസ്. താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക കേട്ടോ. പിന്നെ വേറൊരു കോഴ്സ് എന്ന് പറയുന്നത്, അവിടെ ക്ലാസ്സുകളില്ല, Q&A ബാച്ച് കോഴ്സാണ്, ക്വസ്റ്റ്യനും ആൻസറും മാത്രം. അങ്ങനെ ഒരു 2500-3000 റേഞ്ചിൽ ക്വസ്റ്റ്യൻസ് പഠിക്കാൻ പറ്റും. അതായത് GK മാത്രമേ ഉണ്ടാകത്തുള്ളൂ. പ്രീവിയസ് ഇയറിലെ GK അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് അത് മാത്രം. അത് 10th പ്രിലിംസിന് എന്താണ് GK കറണ്ട് അഫയേഴ്സും മാത്സും വല്ല സിലബസിലുള്ളൂ. അപ്പം മറ്റേ ബാച്ച്, മാത്സ് അല്ലാത്ത മറ്റേ ബാച്ച് എന്ന് പറയുന്നത് Q&A ബാച്ചാണ്. അതായത് അവിടെ പ്രീവിയസ് ഇയറിലെ GKയും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സും മാത്രം ക്വസ്റ്റ്യൻസ് പോളായിട്ട് കൊടുക്കും. അങ്ങനെ ഒരു പരീക്ഷയ്ക്ക് മുമ്പേ എന്തായാലും, അതായത് ജൂലൈ ടു സെപ്റ്റംബറിലാണെന്ന് തോന്നുന്നു. അതെ, 10th പ്രിലിംസ് നടക്കുന്നത്. അപ്പോൾ അതിന് മുമ്പേ എന്തായാലും ഒരു 2500-3000-ലധികം ക്വസ്റ്റ്യൻസ് അവിടെ പ്രാക്ടീസ് ചെയ്യിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ക്വസ്റ്റ്യൻസ് പോളായിട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഈ 2 കോഴ്സിന് 100 രൂപ വീതമേ ഉള്ളൂ. അങ്ങനെ പ്ലാൻ ചെയ്യുന്നേ ഉള്ളൂ. മെയ് 1-ാം തീയതി തൊട്ട് ക്ലാസ് തുടങ്ങണം എന്നൊരാഗ്രഹമുണ്ട്. പക്ഷേ ഒരു 50 പേര്, ഇത്രയും ചെറിയ ഫീസാകുമ്പോൾ ഒരു 50 പേരെങ്കിലും ഇല്ലാതെ തുടങ്ങിയിട്ട് കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ എനിക്കും അതൊരു ബോറടിക്കത്തില്ലേ. അപ്പോൾ അതുകൊണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു കേട്ടോ. എല്ലാവരും നന്നായിട്ട് തന്നെ ഇനിയുള്ള എക്സാമുകൾക്ക് വേണ്ടിയിട്ട് പഠിക്കുക കേട്ടോ. പിന്നെ യൂട്യൂബിൽ ഇഷ്ടം പോലെ ഫ്രീ ക്ലാസ്സുകളുണ്ട്. ഇനി കോഴ്സ് തുടങ്ങിയാലും ഇല്ലെങ്കിലും യൂട്യൂബിൽ കൊടുക്കുന്ന ക്ലാസ്സുകളെല്ലാം ഞാൻ അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ. മാത്സ് ക്ലാസ്സുകൾ ഉണ്ട്, എല്ലാം തന്നെ എടുക്കുന്നുണ്ട്. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം,
എല്ലാം എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്കിത് എടുക്കാൻ തോന്നത്തുള്ളൂ. ഓക്കെ, അപ്പം താങ്ക് യു.